ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് കുമരകം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിവിടെ ഒരു റിസോർട്ടിലാണ്, ഒരു അബാദിൻ്റെ വിസ്പറിംഗ് ഫാംസ് ആ റിസോർട്ടിലാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അതുകൂടാതെ നമ്മൾ ഒരു കുമരകത്തൊരു മെയിൻ നമുക്ക് കാണാൻ പറ്റിയൊരു സ്ഥലമാണല്ലോ കുമരകം, ബേർഡ് ലൈഫ് സാങ്ച്വറി, അവിടെ പോകുന്നുണ്ട്. അതുകൂടാതെ മലരിക്കൽ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട്. ആമ്പൽ, കംപ്ലീറ്റ് ആമ്പൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വയലും പാടവും ഒക്കെ ചേർന്നതാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് പോകാം. ഇപ്പം ഞങ്ങൾ എത്തിയപ്പോൾ ഇത്തിരി ലേറ്റായി, ഇത്തിരി വൈകുന്നേരത്തേക്ക് ആയിക്കഴിഞ്ഞു. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് ലേറ്റായി. അപ്പോൾ നമുക്ക് ആദ്യം റിസോർട്ടും അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് മലരിക്കലിൽ പോവാം. അതുപോലെ പോണ വഴിക്ക് തിരിച്ച് തൃശ്ശൂർക്ക് പോകുന്ന വഴിക്ക് കുമരകം ബേർഡ് ലൈഫ് സാങ്ച്വറിയിൽ പോകാം. അപ്പോൾ ഇന്നൊരു നൈറ്റാണ് ഇവിടെ സ്റ്റേ. നാളെ ഉച്ചയ്ക്ക് നമ്മളിവിടെ ചെക്ക് ഔട്ട് ആവും. നമുക്ക് ആദ്യം റിസോർട്ടൊക്കെ ഒന്ന് കാണാം. എൻ്റെ കൂടെ നിങ്ങൾ വരിക. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നതാണ്. ഇന്ന് ഇവിടെ ബുഫേ ആണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഐറ്റംസ്. എൻ്റെ കൂടെ വരും.
രാത്രിയായി, ശരിക്കും ഒരു 6 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഇതുണ്ടോ എല്ലാം ഓരോരോ കോട്ടേജുകളാണ് കേട്ടോ. ഇതും ബാംബു കോട്ടേജസും എല്ലാം ഉണ്ട്. ഇത് ഓരോ കോട്ടേജുകളാണ് കണ്ടോ, സെപ്പറേറ്റ് ആയിട്ട്. ഭയങ്കര നല്ല വ്യൂ ആണ് കേട്ടോ. ഇത് നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതാ ഞങ്ങളുടെ റൂമാണ്. 117 ആണ് നമ്മളെടുത്തത്. ഇതാണ് ഞങ്ങളുടെ റൂം 117. പിന്നെ നാളെ രാവിലെ നമ്മൾ റിസോർട്ടിൻ്റെ ചെറിയ ഭംഗിയൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത ശേഷം ഇവിടെ ഒരു ആമ്പലിൻ്റെ ഒരു ഏക്കർ കണക്കിന് ആമ്പലുള്ള ഒരു കായലുണ്ട്. ആ ഭാഗത്തൂടി ഒരു വഞ്ചിയിൽ ഒരു റൈഡിന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. ഒരുപാട് ഏക്കർ സ്ഥലം ഉള്ള ഒരു ആമ്പൽ തോട്ടം പോലെയാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. അത് നാളെ നമുക്ക് പോയി കാണാം. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇവിടെ അബാദിൽ തന്നെയാണ്. ഇതിൻ്റെ ബാക്കിൽ സ്വിമ്മിംഗ് പൂൾ. നമ്മൾ രാത്രി കണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് നേരം വെളുത്ത് വരണേ ഉള്ളൂ. രാവിലെ ഒന്ന് റെഡിയായി ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ ചെന്നിട്ട് ഒന്ന് കുളിച്ചിട്ട് വേണം. ഞാൻ ആമ്പൽ താമര, ആ ഒരു ആമ്പലാണെന്നാണ് കേൾക്കണം. എനിക്കറിയില്ല താമരയാണോ ആമ്പലാണോ എന്നറിയില്ല. നമുക്ക് പോകുമ്പോൾ കാണാം. നോക്കൂ ബാക്ക്ഗ്രൗണ്ട്. ഇത് നമ്മൾ താമസിക്കുന്ന കോട്ടേജസ് ആണേ. ഇതാണ് റിസോർട്ട്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഒരുപാട് കോട്ടേജസ് ഉണ്ട്. അതിൽ കൂടുതലും ലേക്ക് ഫേസിങ് ആണ്. പക്ഷെ നമ്മൾ ഈ ടൈമിൽ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തപ്പോൾ ഇത്തിരി ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയത് ഗാർഡൻ ഫേസിങ്ങാണ് കിട്ടിയത്. ലേക്ക് ഫേസിങ് നമുക്ക് കിട്ടിയില്ല. നോക്കൂ, ഞാനിപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ കൂടിയാണ് നടക്കുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ കായൽ. കണ്ടോ, ഇവരുടെ തന്നെ ഹൗസ് ബോട്ടാണ്. അപ്പം നമ്മളൊരു ഹൗസ് ബോട്ട് ഒരു ഇതിനും പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണാം. നോക്കൂ, ഇത് ഇവിടുത്തെ ഒരു ആയുർവേദ സ്പായാണ് കേട്ടോ. ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും എല്ലാം ഉണ്ട്. നമുക്കിതാ ഇല്ല അവിടെ കണ്ടോ, അങ്ങ് ഏറ്റവും ഒരു ഗേറ്റ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതാണ് ഈ റിസോർട്ടിൻ്റെ എൻട്രൻസ് ആണ്. ഇനി ഇവിടെ എൻ്റെ സൈഡ് ഫുൾ ഇത് നമ്മൾ വരുന്ന റോഡാണ് കേട്ടോ. ഗേറ്റ് അവിടെ ഒരു കുറേ അറ്റത്തായിട്ടൊരു ഗേറ്റ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് അങ്ങോട്ട് കൂടി പോകാം. അവിടെ നിന്ന് നേരെ നമ്മൾ വണ്ടി ഓടിച്ച് ഈ റോഡിൽ കൂടിയാണ് റിസോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് ശരിക്കും അവിടെ നിന്നാണ്. പക്ഷേ മെയിൻ ഒരു മീൻസ് നമുക്ക് കാർ പാർക്ക് ചെയ്തിട്ട് കയറുന്ന സ്ഥലം അങ്ങോട്ടേക്കാണ്. അതായത് ഇവിടെ നിന്നിട്ട് കാർ പാർക്കിംഗ് ആണ്. ഭയങ്കര തിരക്കാണ്, ഫുള്ളാണ്. ഈ സൈഡ് ഫുൾ ബാംബു മരങ്ങളാണ് കേട്ടോ. ഒരു സൈഡ് ഫുൾ ബാംബു മരങ്ങളും മറ്റേ സ്ഥലത്ത് കുട്ടികളുടെ പാർക്ക്, അതുപോലെ തന്നെ ആയുർവേദിക് സെൻറ്റർ, റിവൈവൽ എന്ന് പറഞ്ഞൊരു ആയുർവേദിക് സ്പാ വരെ ഇവിടെ ഉണ്ട്. നല്ലൊരു ട്രഡീഷണൽ രീതിയിൽ ഒരുപാട് ഭംഗിയായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റിസോർട്ട്. നല്ല അടിപൊളിയാണ്. നല്ല രസമായിട്ടുള്ള ഈ എന്താ പറയുക, ഇതിന് ഗൂസ് അത് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും അല്ലേ. ഒരു ഗൂസ് ഒന്നല്ല കേട്ടോ, 2-3 എണ്ണം ഉണ്ട്. ഇതാ ഒരെണ്ണം, പിന്നെ രണ്ടാമത്തതാ, മൂന്നാമത്തതാ.
ഹലോ. അപ്പോൾ ദാ ഇറങ്ങാൻ പോവാം കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ നമ്മളിവിടെ കുമരകം വിസ്പറിങ് ഫാംസിനോടൊരു ബൈയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. നമ്മുടെ ഈ സ്റ്റേ ഇവിടുത്തെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ തൃശ്ശൂർക്കാണ്. പക്ഷേ ഓൺ ദ വേയിൽ ഒരു നല്ലൊരു ലൊക്കേഷൻ, ഒരു കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട്. അത് കുമരകം ബേർഡ് ലൈഫ് സാങ്ച്വറിയാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് നമുക്ക് പോകാം. നമുക്ക് തൃശ്ശൂരിലേക്ക് നമുക്ക് തിരിച്ച് പോകുന്ന വേ തന്നെയാണ്. നമുക്ക് അവിടെയും കൂടി കയറിയിട്ട് പോകാം. ആ വീഡിയോ ഞാൻ എൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അബാദ് വിസ്പറിങ് ഫാംസിനോട് ബൈ പറയുന്നു. അങ്ങനെ നമ്മളിവിടുന്ന് പോകുവാണ് കുമരകം ബേർഡ് ലൈഫ് സാങ്ച്വറി. സോ ബൈ ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.